പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടവിള കൃഷി വിളവെടുപ്പ്, നടീൽ വസ്തുക്കളുടെ സംഭരണം, ഗ്രാമവിള പദ്ധതി പ്രഖ്യാപനം, ഇടവിള കിറ്റ് വിതരണ ഉദ്ഘാടനം എന്നിവ നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കർഷകനും വിളവെടുത്ത ഉൽപ്പന്നം വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് മന്ത്രി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് തങ്ങളുടെ നാടിന്റെ കാർഷിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജനങ്ങളെ കാർഷിക മേഖലകളിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടവിള കൃഷി വിളവെടുപ്പ്, നടീൽ വസ്തുക്കളുടെ സംഭരണം, ഗ്രാമവിള പദ്ധതി പ്രഖ്യാപനം, ഇടവിള കിറ്റുകളുടെ വിതരണോദ്ഘാടനം എന്നിവ നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടികളുടെ ഉദ്ഘാടനവും വിതരണോദ്ഘാടനവും നിർവഹിച്ചു. നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമുക്കതൊന്നും വലിയ പ്രശ്നമല്ലാണ്ട് ആവുന്ന തരത്തിലേക്ക് ഇപ്പോൾ എത്തി. നമ്മുടെ ഭക്ഷണം ഒരു വലിയ പ്രതിസന്ധി നമ്മളിൽ തന്നെ തീർക്കുകയാണ്. രാവിലെ നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ കേരളത്തിൻ്റെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ആളുകൾ MLA-മാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി തന്നെ പറഞ്ഞു, ഇന്നത്തെ ചോദ്യത്തിൽ ഒരെണ്ണം ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാളെ എത്രമേൽ അതൊക്കെ വാർത്തയാവും എന്നെനിക്കറിയില്ല. ഇതൊന്നും അല്ലല്ലോ അംബുജ ടീച്ചർക്ക് വേണ്ട വാർത്ത, സന്തോഷിന് വേണ്ട വാർത്ത അതൊന്നും അല്ല. വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു ക്യാൻസർ കൂടുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഒരു പുതിയ പരിപാടി, സ്ത്രീകൾ ക്യാൻസറിൻ്റെ വർധനവ് വരുന്നു, പരിശോധിക്കാൻ സംവിധാനം. നമ്മളിൽ എത്ര പേർ തയ്യാറാവും പരിശോധിക്കാൻ? എല്ലാവർക്കും മടിയാണ്. നമ്മുടെ ധാരണ എന്താ? നമുക്ക് മാത്രം ഇത് വരുത്തില്ല എന്നാണ്. വണ്ടി എടുത്ത് ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ ധാരണ നമുക്ക് മാത്രം അപകടം ഉണ്ടാവില്ല, അപകടം ബാക്കിയുള്ളവർക്ക് ഉണ്ടാവാനുള്ളതാണ്. രോഗങ്ങളോ നമുക്ക് മാത്രം രോഗം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാവാനാണ്. ഇതാണ് എൻ്റെയും ധാരണ, നിങ്ങളുടെയും ധാരണ, നമ്മുടെയൊക്കെ ഒരു ധാരണ അങ്ങനെയാണ്. സർക്കാർ ഇപ്പോൾ ഒരു പുതിയ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്, ക്യാൻസർ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ പറച്ചിലിനിടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രമുഖം. അതുകൊണ്ട് ഞങ്ങൾ കൃഷി ആരോഗ്യ വകുപ്പുകൾ ചേർന്ന് ഈ കാര്യത്തെ ഇടപെടാൻ തീരുമാനിക്കുകയാണ് എന്ന് ഞങ്ങൾ അടിയന്തരമായി ആ യോഗങ്ങളിലേക്ക് മാറാൻ പോകും. കൃഷി വകുപ്പ് ഇതിനോടകം ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുമായി നിരവധി തവണ കൂടിയാലോചനകൾ നടത്തി. ഇപ്പോൾ ഒന്ന് വീണാൽ അപ്പം തന്നെ കൈയുടെ കാലിൻ്റെ അങ്ങ് അസ്ഥി പൊട്ടൽ, ഒടിവ്. എന്നിട്ട് പറയും പണ്ടൊക്കെ എത്ര ഓടി എത്ര ചാടി, ആരെങ്കിലും അന്ന് ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വീണാൽ മതി, അപ്പോൾ തന്നെ ചെല്ലുമ്പോൾ പറയുകയാണ് ചെറിയൊരു ഓപ്പറേഷൻ, നട്ടിട്ട് മുറുക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഓരോർക്ക് പൊട്ടലാവുന്നു, ഒടിവാകുന്നു. ഡോക്ടർമാർ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ട്, വ്യായാമത്തിൻ്റെ കുറവുണ്ട്, പ്രോട്ടീനുകളുടെ കുറവുണ്ട്. പ്രോട്ടീനുകളുടെ കുറവുണ്ടെന്ന് പറയുമ്പോൾ നല്ല മിടുക്കരായ അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ ഡോക്ടർമാരോട് ചോദിക്കത്രേ, സാർ ഏത് പ്രോട്ടീൻ മിക്സാണ് കഴിക്കേണ്ടതെന്ന്. കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിക്കുന്നില്ല നമ്മുടെ പറമ്പിൽ വിളയുന്ന പലതിനകത്തും ഈ ഗുണങ്ങളുണ്ട് എന്ന കാര്യം. ഉടനെ കടയിൽ പോയി വാങ്ങിക്കാം എന്ന തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് തങ്ങളുടെ നാടിന്റെ കാർഷിക പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരിക്കുകയാണെന്നും പത്തിയൂരിന്റെ ഓരോ ഇടങ്ങളിലും കൃഷി ചെയ്തപ്പോൾ വളരെയധികം ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ സാധിച്ചു എന്നത് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 35% മുതൽ 40% വരെ ക്യാൻസറിന് കാരണം ഭക്ഷണ രീതിയാണ്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ആരോഗ്യം ഉറപ്പാക്കാമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ജി ഉണ്ണികൃഷ്ണൻ, എം ജനൂഷ, മണി വിശ്വനാഥ്, സിന്ധു മധുകുമാർ, ബി പവിത്രൻ, അനിത രാജേന്ദ്രൻ, എൽ പ്രീത, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.